പ്രിൻസിപ്പളാണ്. ഞങ്ങളുടെ സ്കൂൾ 2003 സ്റ്റാർട്ട് ചെയ്ത ഇന്ന് 3000-ലധികം കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ജില്ലയിലെ നമ്പർ 1 സ്കൂളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പഠനത്തിനോടൊപ്പം കലാകായിക പ്രവർത്തനങ്ങളിലും അവർ വ്യാപൃതരാകണം, അവർക്ക് അതിനുള്ള കഴിവുണ്ടാകണം എന്ന് തിരിച്ചറിഞ്ഞ് എല്ലാ ആഴ്ചയിലും 2 മണിക്കൂർ അവർക്ക് ഇഷ്ടമുള്ള കോ കരിക്കുലർ ആക്ടിവിറ്റി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു വർഷം ഒരു പ്രോഗ്രാം. ഒരു അധ്യയന വർഷം അവസാനിക്കുമ്പോൾ പഠന മികവിൻ്റെ സർട്ടിഫിക്കറ്റിനോടൊപ്പം കോ കരിക്കുലർ ആക്ടിവിറ്റിയുടെ സർട്ടിഫിക്കറ്റും കൂടെ സ്കൂൾ നൽകുന്നതാണ്. ഓരോ സെഗ്മെന്റിലും ഓരോ രീതികളാണ് സ്കൂൾ അവലംബിക്കുന്നത്. KG UK ബേസ്ഡ് ഫോണിക്സ് സെന്റർഡ് കരിക്കുലം ജോളി ഫോണിക്സ്, 1 മുതൽ 5 വരെ സെമസ്റ്റർ സംവിധാനം, 6 മുതൽ 12 വരെയും സ്ട്രിക്ട്ലി CBSE NCERT കരിക്കുലം. സയൻസ് ഫൗണ്ടേഷൻ പ്രോഗ്രാംസ്, മാത്തമാറ്റിക്സിലും സയൻസിലും കുഞ്ഞുങ്ങൾക്ക് നല്ല ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് അതുപോലെ അനലിറ്റിക്കൽ സ്കിൽ വരാൻ സ്പെഷ്യൽ ഫൗണ്ടേഷൻ കരിക്കുലം കൊടുക്കുന്നുണ്ട്. സിവിൽ സർവീസസ് കോച്ചിങ് കുഞ്ഞുങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 11-12 സ്കൂളായിട്ട് തന്നെ എൻട്രൻസ് പരീക്ഷകൾക്ക് തയ്യാറാക്കുന്ന കുഞ്ഞുങ്ങൾക്കും പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട്. അതിനൊക്കെയുള്ള അംഗീകാരമായിട്ടാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന നാഷണൽ എൻട്രൻസ് എക്സാമിനേഷൻ വഴി ഞങ്ങൾക്ക് കേരളത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികളെയും 9-11 ക്ലാസ്സിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ഇന്നലെയും ഇന്നുമായിട്ട് സ്കൂളിൻ്റെ 21ാം വാർഷികമാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. ഓരോ അധ്യയന വർഷത്തിൻ്റെയും അവസാനമാണ് ആനുവൽ ഡേ ആഘോഷിക്കപ്പെടുക. ഓരോ ആനുവൽ ഡേയും കുഞ്ഞുങ്ങൾക്ക് വ്യത്യസ്ത അനുഭവമായിരിക്കണം. വിനോദത്തിനോടൊപ്പം വിജ്ഞാനവും. ഇന്നലെ ലോകമേ തറവാട് എന്ന വിഷയത്തിൽ ഊന്നിയുള്ള പ്രോഗ്രാമായിരുന്നു. ഏകദേശം 500-ൽ പരം 4.5 വയസ്സും 6 വയസ്സുമുള്ള വിദ്യാർത്ഥികൾ അതിൽ പങ്കെടുത്തു. ആ വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇന്ന് നമ്മൾ പത്രമാധ്യമങ്ങൾ തുറക്കുമ്പോൾ യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകളാണ്. ഈ യുദ്ധങ്ങൾ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന അനാഥത്വം, അമ്മയും അച്ഛനെയും നഷ്ടപ്പെട്ട് സ്വന്തം നാടും വിദ്യാലയവും വിട്ട് വേറൊരു നാട്ടിലേക്ക് പറിച്ചറിയപ്പെടേണ്ട കുഞ്ഞുങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അവർക്കുള്ള ഐക്യദാർഢ്യമായിരുന്നു ലോകമേ തറവാട്. ലോക സമാധാനത്തിനും യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനും കൊച്ചു കുഞ്ഞുങ്ങൾ നടത്തുന്ന ആഹ്വാനമായിരുന്നു ഇന്നലത്തെ ദ വേൾഡ് ഈസ് വൺ ഫാമിലി എന്ന വിഷയത്തിൽ ആസ്പദമാക്കി നടത്തിയ കുഞ്ഞുങ്ങളുടെ കലാപരിപാടി. ഇന്ന് 4 മണി തൊട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കോ കരിക്കുലർ ആക്ടിവിറ്റി, അക്കാഡമിക് ആക്ടിവിറ്റിയോടൊപ്പം തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റിക്കും പ്രാധാന്യം നൽകുന്ന സ്കൂളാണ്. അവർ കഴിഞ്ഞ 1 വർഷമായി അവർക്ക് ലഭിച്ച ട്രെയിനിങ്ങിനെ ബേസ് ചെയ്ത് അവരുടെ സ്പെഷ്യൽ പെർഫോമൻസ്, അത് വയലിൻ, ഓർഗൻ, ഗിറ്റാർ, ഡ്രംസ് എന്ന് തുടങ്ങിയ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ്, അതിനോടൊപ്പം അവരുടെ മ്യൂസിക് പെർഫോമൻസ്, കരാട്ടെ, അബാക്കസ്, യോഗ, സ്കേറ്റിംഗ് എന്ന സ്പെഷ്യൽ പെർഫോമൻസും അവർക്ക് സ്റ്റേജിൽ മ്യൂസിക് ബേസ്ഡ് പെർഫോമൻസ് അവർ സ്റ്റേജിൽ ചെയ്യും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നന്നായി പാടാൻ അറിയാവുന്നവരുടെ, ഞങ്ങളുടെ കുട്ടികളുടെ സിംഫണി എന്ന് പറയുന്ന മ്യൂസിക് ഓർക്കസ്ട്രേഷൻ, അതിനുശേഷം നക്ഷത്ര, നമുക്ക് നക്ഷത്രങ്ങളോടൊപ്പം നൃത്തം ചെയ്യാം. നക്ഷത്ര ഡാൻസിങ് വിത്ത് സ്റ്റാർസ് എന്ന പരിപാടിയാണ് അത്. നമുക്കറിയാം ഇന്ന് ശാസ്ത്രലോകം ഗ്രഹങ്ങളെക്കുറിച്ച് ഒരുപാട് അറിവുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നാസയും ISROയും ഒക്കെ അതിലൊരു നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല സാങ്കേതിക വിദ്യയും ശാസ്ത്രലോകത്തിൻ്റെ സംഭാവനകളാണ്, സ്പേസ് ടെക്നോളജിയുടെ സംഭാവനകളാണ്. അതിനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അതിലൊരു അവബോധം സൃഷ്ടിക്കുക എന്ന വിഷയത്തിലെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് കാണുന്ന ഓരോരുത്തർക്കും ഗ്രഹങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ISROയുടെയും നാസയുടെയും ഒക്കെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുമുള്ള ഒരു അവസരമാണ് ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളിവിടെ ഒരുക്കിയിരിക്കുന്നത്.